ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാത്സിലെ ബഹുഭുജം അല്ലെങ്കിൽ പോളിഗൺസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ബഹുഭുജം? ഭുജം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വശം അല്ലെങ്കിൽ അരിക് എന്നാണ് അർത്ഥം. ഇനി ബഹു പറഞ്ഞാൽ എന്താണ്? ഒരുപാട് എന്നുള്ള അർത്ഥമാണ് ബഹു എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ ബഹുഭുജം പറഞ്ഞാൽ ഒരുപാട് വശങ്ങൾ ചേർന്ന് നിന്നിട്ടുള്ള ഒരു രൂപങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ബഹുഭുജം എന്ന് പറയുന്നത്. ഇപ്പൊ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ വശങ്ങൾ ചേർന്നിട്ടുള്ള രൂപങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണമാണ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം, ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം, പെന്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം അല്ലെങ്കിൽ ഷഡ്ഭുജം, ഹെക്സഗൺ എന്നിവയെല്ലാം. ഇത് ഷഡ്ഭുജം മാത്രമല്ല, സപ്തഭുജമുണ്ട്, അതുപോലെ ഒക്ടഗൺ ഉണ്ട്. അങ്ങനെ പല രൂപങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളുണ്ട്, 3 മൂലകളുമുണ്ട്. അപ്പൊ ഈ 3 വശങ്ങളുള്ളതുകൊണ്ടാണ് അതിനെ ബഹുഭുജമാണ്. അതുപോലെ ചതുർഭുജത്തിന് 4 വശങ്ങളും 4 മൂലകളുമുണ്ട്. അതുപോലെ പഞ്ചഭുജത്തിനോ 5 വശങ്ങളും അതുപോലെ തന്നെ 5 മൂലകളുമുണ്ട്. ഷഡ്ഭുജം പറയുമ്പോൾ 6 മൂലകളും അതുപോലെ തന്നെ 6 വശങ്ങളുമുണ്ട്. ഒക്ടാഗൺ പറയുമ്പോൾ അതിന് 8 വശങ്ങളും 8 മൂലകളുമുണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള രൂപങ്ങളെ എന്തെന്ന് നമ്മൾ പറയുന്നത്? ബഹുഭുജം എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ ഈ ത്രികോണമായാലും അല്ലെങ്കിൽ ചതുർഭുജമായാലും പഞ്ചഭുജമായാലും അതിലെ ഓരോ വശത്തിന്റെയും നീളം മറ്റു വശങ്ങൾക്കെല്ലാം ഈക്വലന്റ് ആയാൽ, അല്ലെങ്കിൽ ഓരോ ബഹുഭുജത്തിലും എല്ലാ വശങ്ങളും ഈക്വൽ ആയാല് ആ ബഹുഭുജത്തിന് എന്താ പറയുക? സമബഹുഭുജം എന്നാണ് പറയുക. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ എടുത്തു. 4 ഷേപ്പ് കാണിച്ചിട്ടുണ്ട് ഇവിടെ. ഈ ട്രയാങ്കിളില് അതുപോലെ ഇവിടുത്തെ വശം എല്ലാം ഈക്വൽ ആണ്. അപ്പൊ അതാണ് സമബഹുഭുജം. ഇതിൽ എല്ലാ വശവും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്? സമബഹുഭുജം എന്ന് പറയുന്നത്. അപ്പോൾ സമബഹുഭുജമാകാൻ എന്തൊക്കെയാണ്? എല്ലാ വശങ്ങൾക്കും ഒരേ നീളമാണ്. അപ്പോൾ എല്ലാ വശങ്ങൾക്കും ഒരേ നീളമായാൽ എന്ത് സംഭവിക്കും? എല്ലാ കോണുകൾക്കും ഒരേ വലുപ്പമായിരിക്കും ഉണ്ടാവുക. ഇത്തരം ബഹുഭുജങ്ങൾ എന്താ പറയുന്നത്? സമബഹുഭുജം എന്നാണ് പറയുന്നത്. ഈ ട്രയാങ്കിൾ കേസ് എടുക്കുക. അപ്പോൾ ഈ ട്രയാങ്കിളില് ഈ ലെങ്ത്തും ഈക്വൽ ആണ് വെച്ചാല് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എല്ലാം ഈക്വൽ ആയിരിക്കും. അതായത് ഇത് വന്നിട്ട് 60 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അതേപോലെ ഈ ട്രയാങ്കിൾ ഇതെടുക്കാണ് ചതുർഭുജം എടുക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ലെങ്ത് ഈക്വൽ ടു ഈ ലെങ്ത്. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള കോൺ ഈക്വൽ ടു ഇവിടെയുള്ള കോൺ ഈക്വൽ ആയിരിക്കും. അതായത് 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഇനി അടുത്തത് നമ്മുടെ സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. ഒരു ബഹുഭുജം തന്നിട്ട് അതിലെ മൊത്തം ആന്തര കോണുകളുടെ അളവുകൾ എത്രയായിരിക്കും എന്ന് നമ്മൾ സാധാരണ ചോദിക്കുന്നതാണ്. അപ്പൊ അതിന്റെ തിയറിയാണ് ബാക്കിൽ പറയുന്നത്. നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു ആദ്യം. ഈ ട്രയാങ്കിളിന്റെ മൊത്തം കോണുകളുടെ അളവ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമ്മൾ ഒരു ചതുർഭുജത്തിലേക്ക് പോകും, ക്വാഡ്രിലാറ്ററൽ. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ക്വാഡ്രിലാറ്ററൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് 2 ട്രയാങ്കിൾ ആയിട്ട് വിഭജിക്കാം. അപ്പൊ എന്ത് വരും? ഇവിടെ എന്ന് പറയുന്നത് 180 ഡിഗ്രി, ഇവിടെ എന്ന് പറയുന്നത് 180 ഡിഗ്രി. അപ്പോൾ ടോട്ടൽ അളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ കോണുകളുടെ അളവ് എന്ന് പറയുന്നത് 182 ആണ്. നമ്മളൊരു ചതുർഭുജം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചതുർഭുജത്തിനെ നമ്മൾ വികർണം വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ മൊത്തം കോണുകളുടെ അളവ് 180 ഡിഗ്രി ആകുമ്പോൾ 2 ട്രയാങ്കിളുടെ കോണുകളുടെ അളവ് എത്രയായിരിക്കും? 360 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ഒരു ചതുർഭുജത്തിൽ എത്രയുണ്ട് ടോട്ടൽ ആംഗിളുകളുടെ എണ്ണം എന്ന് പറയുന്നത്? അത് വന്നിട്ട് 360 ആയിരിക്കും. ഇനി നമ്മളൊരു പെന്റഗൺ എടുക്കുകയാണ്. ഓക്കെ. അപ്പൊ ഈ പെന്റഗണിന്റെ മൊത്തം കോണുകളുടെ അളവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. പെന്റഗണിനെ നമുക്ക് ഇങ്ങനെയായിട്ട് കട്ട് ചെയ്യാലോ. അപ്പൊ ഈ ഒരു ക്വാഡ്രിലാറ്ററലും ഒരു ട്രയാങ്കിളും കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുക? ഒരു പെന്റഗൺ കിട്ടുക. അപ്പൊ ഈ പെന്റഗണിന്റെ ടോട്ടൽ കോണുകളുടെ അളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെയുള്ള റെക്ടാങ്കിളിന്റെ കോണുകളുടെ അളവുകളുടെ തുക പ്ലസ്, അതായത് 360
പ്ലസ് ഇനി ഒരു ട്രയാങ്കിൾ, ഇവിടെയുള്ള മേലുള്ള ട്രയാങ്കിൾ, അതിന്റെ അളവാണ് കൂട്ടുക. അപ്പൊ എത്ര വരും? 360 പ്ലസ് 180, അതായത് 540 വരും. ക്ലിയർ ആണല്ലോ. ഇനി ഒരു ഹെക്സഗണിലേക്ക് പോകണം. നമ്മൾ എന്ത് ചെയ്തു? ഒരു ഹെക്സഗണിലേക്ക്. അപ്പൊ ഈ ഒരു ഹെക്സഗൺ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു ഹെക്സഗണിൽ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു ഹെക്സഗണാണ്. നമുക്ക് ഇതിനെ ഇങ്ങനെ തരംതിരിക്കാം. ഇവിടെ ഒരു ക്വാഡ്രിലേറ്റർ വരച്ചു, പിന്നെ മേലെയും താഴെയും ഓരോരോ ട്രയാങ്കിളും വരച്ചു. അപ്പം റെക്റ്റാങ്കിളിന്റെ നമുക്കറിയാം ടോട്ടൽ ആംഗിളുകളുടെ അളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന്. പിന്നെ മേലെയുള്ള ട്രയാങ്കിളുടെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണ്. അതുപോലെ താഴെയുള്ള ട്രയാങ്കിളിന്റെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണ്. ഇപ്പൊ തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാം? 720 ആവും. അപ്പോൾ നമ്മൾ ഓരോ വശങ്ങൾ കൂട്ടും തോറും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ 180 ഡിഗ്രി ആംഗിള് നമുക്ക് കൂടുതലായിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതായത് ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ ചതുർഭുജത്തിലേക്ക് പോയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? 180 ഒരു 180 കൂടി ആഡ് ചെയ്ത് 360 ആയി. ഇനി അടുത്ത ഷേപ്പിലേക്ക് പോയി, പെന്റഗണിലേക്ക് പോയപ്പോഴോ ഈ റെക്ടാംഗിളിൽ നിന്നും ഒരു 180 ആഡ് ചെയ്തിട്ട് 540 ആയി. ഈ പെന്റഗണിൽ നിന്നും നമ്മൾ ഹെക്സഗണിലേക്ക് പോയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ വീണ്ടും ഒരു 180 ഡിഗ്രി ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ 720 ഡിഗ്രി കിട്ടി. ഇനി നമ്മളൊരു ട്രയാങ്കിൾ എടുത്തു. നമുക്കറിയാം നമ്മൾ ഓരോരോ ഷേപ്പ് വെച്ച് കൂടുന്തോറും എന്താ ചെയ്യേണ്ടത്? നമുക്ക് 180 ഡിഗ്രി കൂട്ടുകയാണ് വേണ്ടത്. നമ്മൾ ബേസിക് ആയിട്ടുള്ള ബഹുഭുജം എടുത്തു, അതായത് ട്രയാങ്കിൾ എടുത്തു. അപ്പൊ ഈ ട്രയാങ്കിൾ എന്ത് സംഭവിച്ചു? ട്രയാങ്കിൾ 180 ഡിഗ്രി ആണെന്ന് കണ്ടെത്തും. അപ്പൊ ഈ ട്രയാങ്കിൾ 180 പറഞ്ഞാൽ എത്രയാം? ഈ ട്രയാങ്കിളിന് 3 വശമാണുള്ളത്. ആ 3 വശത്തുനിന്ന് 2 കമ്മിയാക്കിയിട്ട് ഇൻറ്റു 180 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. അപ്പൊ ട്രയാങ്കിൾ നമ്മൾ എന്താ കണക്ക് ചെയ്ത്? 3 മൈനസ് 2 ഇൻറ്റു 180. ഇനി നമുക്ക് 4 വശമുള്ളതാണ് കണ്ടെത്തേണ്ടത് വെക്കാം. നമുക്ക് 4 വശമുള്ളതിന്റെ നമ്മൾക്ക് എത്ര കിട്ടി? നമുക്ക് 360 എന്ന് കിട്ടി. അപ്പം 3 വശമുള്ളതിൽ നിന്ന് 2 കമ്മിയാക്കിയിട്ട് 360. 4 വശത്തുനിന്ന് നമ്മൾ 2 കമ്മിയാക്കുക. അപ്പൊ എത്ര വരും? 2 ഇൻറ്റു 180 360 കിട്ടും. ഇനി നമുക്ക് 5 വശമാണ് വെക്കാം. അപ്പോൾ 3 വശത്തിന് നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ നമുക്ക് 2 കമ്മിയാക്കിയപ്പോഴാണ് 180 കിട്ടിയത്. നമ്മൾ അടുത്തതിൽ വീണ്ടും 180 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു? ഈ 2നെ ഇവിടെ കോൺസ്റ്റന്റ് ചെയ്തു. ഇവിടെ എന്തിനാണ് നമ്മൾ 2 എടുത്തത്? കാരണം നമുക്കറിയാം നമുക്ക് ബേസിക് ആയിട്ടുള്ള ട്രയാങ്കിളുടെ കോണുകളുടെ അളവ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്നറിയാം. പിന്നെ ഓരോ ഷേപ്പ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴും ഓരോ വശത്തിന്റെ പോളിഗൺ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് 180 ഡിഗ്രി കൂട്ടിയിട്ടാണ് പോകേണ്ടതെന്ന് അറിയാം. അതുകൊണ്ട് ട്രയാങ്കിളുടെ ബേസിക് ആയിട്ട് എടുത്തു. ട്രയാങ്കിൾ 3 വശമുണ്ട്. അതിലൊരു 180 നമുക്ക് എത്തണം വെച്ചാൽ 180 കൊണ്ട് ഗുണിച്ചിട്ട് 180 തന്നെ എത്തണം വെച്ചാൽ ആ 3ന്ന് 2 കമ്മിയാക്കി 1ൽ എത്തിച്ചിട്ട് അതിനെ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 180 കിട്ടുക എന്നറിയാം. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? പിന്നെ ഓരോ വശം കൂട്ടുന്നുണ്ട്. ഇപ്പൊ ഓരോ വശം കൂട്ടുമ്പോൾ ഈ ഭാഗത്ത് ഓരോ വശം കൂടിക്കൊണ്ടേ ഇരിക്കുന്നത് കണ്ടില്ലേ? 3 4 4 5 6 7. ഇവിടെയുള്ള 2 എന്ത് ചെയ്യണം? ബേസിക് ആയിട്ടുള്ള 2 നമുക്ക് കമ്മിയാക്കിയാൽ മാത്രം മതി. അപ്പൊ അങ്ങനെ വന്നു. നമുക്ക് മൊത്തമായിട്ട് എഴുതാന്ന് വെച്ചാല് ഇപ്പൊ നോക്കൂ, ത്രികോണത്തിന്റെ 3 വശങ്ങൾ കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്തായി? 180 ഡിഗ്രി ആയി. ചതുർഭുജം എത്തിയപ്പോഴോ നമ്മൾക്ക് ഒരു 180 കൂടി ആഡ് ചെയ്യേണ്ടി വന്നു, അതായത് 2 ഇൻറ്റു 180 ആണ്. ഇനി പഞ്ചഭുജം എത്തിയപ്പോഴോ? പഞ്ചഭുജം എത്തിയപ്പോൾ നമുക്ക് ഈ ചതുർഭുജത്തിനേക്കാളും ഒരു 180 കൂടി ആഡ് ചെയ്യേണ്ടി വന്നു, അതായത് 180 ഇൻറ്റു 2 പ്ലസ് 180, അതായത് 180 ഇൻറ്റു 3 ആക്കി. ഷഡ്ഭുജം ആകുമ്പോഴോ 180 ഇൻറ്റു 3 പ്ലസ് 180, അതായത് 180 ഇൻറ്റു 4 ആയി. പിന്നെ സപ്തഭുജമായി. അപ്പൊ സപ്തഭുജം എത്തപ്പോൾ എന്താകും? 180 ഇൻറ്റു 5 പ്ലസ് 180 അങ്ങനെയാണ് വരുന്നത്. അപ്പൊ എന്തായി? നമുക്ക് സപ്തഭുജം പറയുമ്പോൾ 7 ഉണ്ട്. അതിന് നമുക്ക് എന്താ കിട്ടുന്നത്? 180 ഇൻറ്റു 5 ആണ് എത്തിക്കേണ്ടത്. അപ്പൊ 7 മൈനസ് 2 ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഷഡ്ഭുജം ആണെങ്കിലോ? ഷഡ്ഭുജം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6 ആണ്. നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 180 ഇൻറ്റു 3 180 ഇൻറ്റു 4 ആണ് കിട്ടേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ 6 മൈനസ് 2 ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്താണ്? ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക, അതായത് ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ മൊത്തം തുക എന്ന് പറയുന്നത് വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 2 കുറച്ചതിനെ 180 ഡിഗ്രി കൊണ്ട് ഗുണിച്ചതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? n വശങ്ങളുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180 ആണ്. അതായത് 10 വശങ്ങളുള്ള ഒരു ബഹുഭുജം, അതിന്റെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുമ്പോൾ എന്താ? n-2 ഇൻറ്റു 180. അതായത്
10 മൈനസ് 2 ഇൻറ്റു 180, അതായത് 180 ഇൻറ്റു 8 എന്ന് മനസ്സിലാക്കാം. അതായത് എത്ര വരും? 164 സിസ്റ്റം 6 8 6 14 1440 വരും. ഇനി നമുക്ക് എക്സാമ്പിളിൽ 10 ചോദിക്കാം, നമുക്കൊരു 25 ചോദിക്കാം, അല്ലെങ്കിൽ 27 ചോദിക്കാം. നമ്മളിപ്പോൾ 27 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അളവ് എത്രയാണ് ചോദിക്കണം. ഒരു 27 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ മൊത്തം അളവ്, ആന്തര കോണുകൾ, എന്താ പറയാ, ഇതിനെ ആന്തര കോണുകൾ എന്നാ പറയാ. അപ്പൊ ഈ ആന്തര കോണുകളുടെ അളവ് എത്രയായിരിക്കും? ആന്തര കോണുകളുടെ അളവ് എന്ന് പറയുന്നത് 27 മൈനസ് 2 ഇൻറ്റു 180, അതായത് എത്ര? 25 ഇൻറ്റു 180, അതായത് 180/4 ഇൻറ്റു 100 എന്ന് നോക്കാം. അപ്പൊ എത്ര വരും? 90 45 വരും. അപ്പൊ 4500 വരും. ഇതിന്ന് രണ്ട് കൺക്ലൂഷൻ എടുക്കാനുണ്ട്. നമ്മള് ഒന്നാമത്തത് n വശങ്ങളുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180 ഡിഗ്രിയാണ് എന്ന് കണ്ടുപിടിച്ചു. രണ്ടാമത്തത് ഓരോ വശം കൂടുമ്പോഴും അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുന്നത് ഓരോ 180 ഡിഗ്രി നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബഹുഭുജത്തിന്റെ വശമായിട്ട് വരണം വെച്ചാൽ ആ കോണുകൾ നമുക്കൊരു തന്നിരിക്കണം, ഒരു 1000 തന്നിരിക്കണം. 1000 ആണ് കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത്. അത് ഏത് ബഹുഭുജമായിട്ട് വരും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1000 എന്ന് പറയുന്നത് 150 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പൊ 1000 150 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എല്ലായ്പ്പോഴും 180ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം. രണ്ടാമത്തത്, നമ്മുടെ കോണുകൾ തരികയാണ് വെച്ചാല് ആ ഒരു കോണ് 180 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുകയില്ല വെച്ചാൽ ആ ഒരു കോണുകളുണ്ടല്ലോ, കോണിന്റെ അളവുകളുടെ തുക ഒരു ബഹുഭുജത്തിന്റെ കോണായിട്ട് വരില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോണം ഉണ്ടല്ലോ നമ്മൾ ഉള്ളിൽ വരച്ചിരിക്കുന്നത്, ഇതിനെ പറയുന്ന പേര് പറയുന്നത് ആന്തര കോണാണ്. എന്താണ്? ആന്തര കോൺ എന്നാണ് പറയുക. ഇനി ഇവിടുത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം. ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക 1980 ആണ്. ഇതിനേക്കാൾ ഒരു വശം കൂടുതലുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക എന്താണ്? ഒരു വശം കുറവായ ബഹുഭുജത്തിലോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണം. അപ്പൊ ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 1980 ആണ് പറഞ്ഞു. അപ്പൊ 1980 180 കൊണ്ട് ഡിവിസിബിൾ ആണോ? അതെ, ഡിവിസിബിൾ ആണ്. കാരണം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 1800 പ്ലസ് 180, അതായത് 10 പ്ലസ് 11, 180 ഇൻറ്റു 11 ആണ് 1980. നമ്മൾ നോക്കണം ഈ കണക്ക്. 180 ഇൻറ്റു 11 ആണ് 1980. നമുക്കറിയാം n-2 ഇൻറ്റു 180 ആണ് എത്ര? 1980 എന്ന് പറയുന്നത്. അപ്പൊ n-2 നമുക്ക് കണ്ടെത്തി എത്ര? 11 കണ്ടെത്തി. അപ്പൊ n = എത്രയാണ്? 13 ആണ്. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു വശം ഇതിനേക്കാൾ ഒരു വശം കൂടുതലുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക എന്ത്? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1980ന്റെ കൂടെ ഒരു 180 കൂടി ആഡ് ചെയ്യാണ് വേണ്ടത്. അതായത് 8 8 16, 9 10 11, 2160 വരും. ഇനി അടുത്തതാണെങ്കിലോ, ഒരു വശം കുറവായ ബഹുഭുജത്തിന്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1980 മൈനസ് 180 ചെയ്യുക, അതായത് 1800 ആയിരിക്കും. ഇനി 27 വശങ്ങളുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക എത്ര? അത് ഞാൻ കണ്ടുപിടിച്ചിരുന്നു. നമുക്കറിയാം n-2 ഇൻറ്റു 180. അത് വരുമ്പോ എത്ര വരും? 27 മൈനസ് 2 ഇൻറ്റു 180, അതായത് 25 ഇൻറ്റു 180, അതായത് 4500 എന്നുള്ള ആൻസർ വരും. ഇനി ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക 8100 ആണ്. അതിന് എത്ര വശങ്ങളുണ്ട്? അത് നമ്മൾ എന്താ ചെയ്യുക? 8100/180 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? n-2 കിട്ടും. അതായത് n-2 ഇൻറ്റു 180 എന്ന് പറയുന്നതാണ് 8100 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യണം. 818 കൊണ്ട് സോൾവ് ചെയ്യണം. അപ്പൊ എത്ര വരും? 4 3 72. ബാക്കി എത്ര വരും? 9 വരും. 90 5 വരും. അപ്പൊ 45. അപ്പൊ n-2 എന്ന് പറയുന്നത് എത്ര വരും? 45 വരും. അപ്പൊ n = എത്ര വരും? 45 + 2, അതായത് 47 വരും. അടുത്തത്, ഏതെങ്കിലും ബഹുഭുജത്തിലെ കോണുകളുടെ തുക 1000 ആകുമോ? കാരണം വിശദമാക്കുക. അപ്പൊ എന്താ നമ്മൾ മനസ്സിൽ പറഞ്ഞത്? ബഹുഭുജത്തിലെ കോണുകളുടെ തുക എല്ലായ്പ്പോഴും 180 ഡിഗ്രിയുടെ മൾട്ടിപ്ലിക്കേഷനാണ് വരിക. 1000 ഒരിക്കലും 180ന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ബഹുഭുജത്തിലെ കോണുകളുടെ തുക 1000 ആവുകയില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്. ഓരോന്നും എത്ര ഡിഗ്രിയാണ്? അപ്പൊ 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്.
അപ്പൊ ഓരോന്നും എത്ര ഡിഗ്രിയാണ്? അതെങ്ങനെ നമ്മൾ കണക്കാക്കുക? നമുക്കറിയാം 20 വശങ്ങളുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? n-2 ഇൻറ്റു 180 ഈസ് ഈക്വൽ ടു ഇതാണ് കാണേണ്ടത്. അപ്പൊ n എത്രയാണ്? 20 തന്നിട്ട് 20 മൈനസ് 2 എത്രയാണ്? 18 ഇൻറ്റു 180. അത് എത്ര വരും? 18 ഇൻറ്റു 18 ചെയ്യാനും 18 ഇൻറ്റു 18 ചെയ്യുമ്പോൾ 864 സിസ്റ്റം 6 8 16 16 6 22 വരും. സിസ്റ്റം 2 ഓരോന്ന് 1 1 2 3 324 വരും. 324 3240 വരും. അതായത് 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 3240 ആണ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ 20 ആംഗിളുകൾ ഉണ്ടാവും. 20 വശങ്ങൾ പറഞ്ഞാൽ 20 ആംഗിളുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഓരോ കോണുകളുടെയും അളവുകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 3240 ആണ്. ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 3240 ആണ്. അപ്പൊ 20 ആംഗിളുകൾ എന്ന് പറയുമ്പോൾ ഓരോ ആംഗിളും എത്ര വരും? ബൈ 20 ചെയ്യണം. അപ്പൊ എത്ര വരും? ഈ 0 വെട്ടിപ്പോയി 324/2 വരും. അതായത് 162 എന്നായിരിക്കും ആൻസർ വരിക. എത്ര വരിക? 162. ക്ലിയർ ആണല്ലോ? അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം മാത്രം നോക്കാം. അതായത് എന്താ പറയുന്നത്? n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180 ഡിഗ്രി ആയിരിക്കും. രണ്ടാമത്തത് ഓരോ ഭുജം കൂടുമ്പോഴും അതായത് ഓരോ വശവും കൂടുന്തോറും നമുക്ക് 180 ഡിഗ്രി ആഡ് ചെയ്തിട്ടാണ് പോകേണ്ടത്. മൂന്നാമത്തെ കാര്യം ഒരു ബഹുഭുജത്തിലെ മൊത്തം കോണുകളുടെ അളവുകളുടെ തുക 180ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം. അടുത്തത് എന്താണ്? നമുക്ക് മൊത്തം കോണുകളുടെ അളവുകളുടെ തുക കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമബഹുഭുജം തന്നാൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ ഒരു കോണളവ് അതിലെ ആ ബഹുഭുജത്തിലെ ഓരോ കോണുകളുടെയും അളവുകളുടെ തുക എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നമ്മൾ കിട്ടിയിരിക്കുന്ന ടോട്ടൽ കോണുകളുടെ അളവുകളുടെ തുകയെ എത്ര വശമുണ്ടോ അത്രയും വശം കൊണ്ട് നമ്മൾ ഡിവിസിബിൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഓരോ കോണിന്റെയും അളവ് കിട്ടും. തൽക്കാലം ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്